നമസ്കാരം. സ്കൂളിൻ്റെ മാനേജർ അവകാശം മകന് മാത്രമായി പിതാവ് വിൽപത്രം എഴുതുന്നു. അതേ സ്കൂളിൻ്റെ മാനേജർ അവകാശം ഒരു മകൾക്ക് അമ്മ ഇഷ്ടദാനം നൽകുന്നു. വിൽപത്ര പ്രകാരമുള്ള മകൻ്റെ അവകാശം നിലനിൽക്കുമോ? അതോ ഇഷ്ടദാന പ്രകാരമുള്ള മകളുടെ അവകാശം നിലനിൽക്കുമോ? 2026 മാർച്ച് മാസം 9 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ വിൽപത്ര പ്രകാരം ഒരു പിതാവിൽ നിന്നും മകന് മാത്രമായി കിട്ടിയ അവകാശം നിലനിൽക്കുകയില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയാണ്. ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പശ്ചാത്തലവും അടിസ്ഥാനമാക്കിയ നിയമത്തിൻ്റെ വിശദീകരണവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേ DC. 15/4/1955 കൂത്തുപറമ്പ് സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ 10ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത വിൽപത്രമാണ് കേരള ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത്. വിൽപത്രം എഴുതിയത് പിതാവാണ്. ഒരു മകന് മാത്രമായി അവകാശം ലഭിക്കത്തക്ക വിധമാണ് വിൽപത്രത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. മറ്റു മക്കൾ ഇതിനെതിരായി കോടതിയിലെത്തുകയായിരുന്നു. ട്രയൽ കോടതിയിലും അപ്പീൽ കോടതിയിലും മകന് അനുകൂലമായി വിധി ലഭിക്കുകയാണ്. എന്നാൽ ഹൈക്കോടതിയിലെത്തിയപ്പോൾ സ്ഥിതി മാറി മറിയുകയാണ്. വിൽപത്ര പ്രകാരം അവകാശം ലഭിച്ച മകന് ഹൈക്കോടതിയിൽ നിന്നും അവകാശം പരിപൂർണമായി സ്ഥാപിച്ച് കിട്ടുന്നില്ല. സഹോദരിമാരാണ് കേസുമായി പോയത്. കേസിൻ്റെ വിശദാംശങ്ങൾ വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. 1955 പിതാവ് ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ്യുകയാണ്. അതിൽ പിതാവിൻ്റെ മരണശേഷം പിതാവിൻ്റെ സ്വത്തുക്കളിൽ ഭാര്യയ്ക്ക് അവകാശം പറയുകയാണ്. ഈ വിൽപത്രത്തിൽ പറയുന്ന സ്ഥലത്ത് ഒരു പ്രൈമറി സ്കൂളുണ്ട്. ആ സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ അവകാശ കൈമാറ്റമാണ് വിൽപത്രത്തിലുള്ളത്. ആ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അവകാശം പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വന്നു ചേരുമെന്നാണ് വിൽപത്രത്തിലെ വ്യവസ്ഥ. കൂടാതെ ഭാര്യയുടെ മരണശേഷം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അവകാശം മകന് മാത്രമായി വന്നു ചേരുമെന്നും വിൽപത്രത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഈ പിതാവിന് 6 പെൺമക്കളുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം പിതാവ് മരണപ്പെടുകയും വിൽപത്രം നിലവിൽ വരികയും ചെയ്യുന്നു. നമുക്കറിയാം, വിൽപത്രകാരകൻ്റെ മരണശേഷമാണല്ലോ വിൽപത്രം പ്രാബല്യത്തിൽ വരിക. ഇവിടെ വിൽപത്രം എഴുതിയ പിതാവ് മരണപ്പെടുകയാണ്. അങ്ങനെ വിൽപത്ര വ്യവസ്ഥകൾ പ്രകാരം സ്വത്തുക്കളെല്ലാം ഭാര്യയ്ക്ക് കൈവരികയാണ്. വിൽപത്ര പ്രകാരം ഭാര്യ എല്ലാ സ്വത്തുക്കളും കൈവശം വച്ച് അനുഭവിക്കുകയാണ്. ആ സ്ഥലത്ത് ഒരു പ്രൈമറി സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഭാര്യയുടെ മരണം വരെ സ്കൂൾ മാനേജ് ചെയ്യാനും അതിൽ നിന്നുള്ള ആദായം സ്വീകരിക്കാനും അവർക്ക് വിൽപത്രത്തിൽ അവകാശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഭാര്യ സ്കൂൾ മാനേജരായി ചാർജ് എടുക്കുകയാണ്. ഭാര്യയുടെ മരണശേഷം സ്കൂൾ മാനേജരായിരിക്കാനുള്ള അവകാശം മകന് കിട്ടും എന്നാണ് വിൽപത്രത്തിലെ വ്യവസ്ഥ. അങ്ങനെ ഇരിക്കവേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പ്രോപ്പർട്ടി ഭാഗം വയ്ക്കണമെന്ന് പെൺമക്കൾ ആവശ്യം ഉന്നയിക്കുകയാണ്. പ്രോപ്പർട്ടി കൈവശം വയ്ക്കുന്ന അമ്മ അത് അംഗീകരിക്കുകയാണ്. നിലവിൽ പ്രോപ്പർട്ടി അമ്മയുടെ അനുഭവാവകാശത്തിൽ ഇരിക്കുകയാണല്ലോ. എന്നാൽ 1955 വിൽപത്ര പ്രകാരം ലഭിച്ച പ്രോപ്പർട്ടി ആയതുകൊണ്ട് അത് ഭാഗം വയ്ക്കുന്നതിന് എല്ലാവരും ചേർന്ന് സിവിൽ കോടതിയിൽ ഒരു പാർട്ടീഷൻ സ്യൂട്ട് ഇടുകയാണ്. പാർട്ടീഷൻ സ്യൂട്ടിൽ 30/11/1979 വിധി വരികയാണ്. അതിൽ വീണ്ടും ചില തർക്കങ്ങളൊക്കെ വരുന്നത് റിവ്യൂ ചെയ്ത് പാർട്ടീഷൻ 18/3/1982 തീർച്ചപ്പെടുത്തുകയാണ്. അവിടെ സ്കൂളിൻ്റെ മാനേജർ അവകാശം അപ്പോഴും മാതാവിൽ തന്നെ നിലനിൽക്കുകയാണ്. കൂടാതെ മറ്റുള്ളവരെ പോലെ ഒരു ഓഹരിയും മാതാവിന് ലഭിക്കുന്നുണ്ട്. 4/9/1992 ആയപ്പോൾ മാതാവ് ഒരു ധനനിശ്ചയാധാരം എഴുതുകയാണ്. അതിൽ പറയുന്നു, ആ അമ്മയുടെ കൈവശമുള്ള ഷെയറിലെ അവകാശം അവരുടെ മരണശേഷം എല്ലാ മക്കളിലേക്കും പോകുമെന്ന്. കൂടാതെ ആ അമ്മ 10/6/1998 മറ്റൊരു ധനനിശ്ചയാധാരം കൂടി എഴുതുകയാണ്. അത് സ്കൂളിൻ്റെ മാനേജർ അവകാശം സംബന്ധിച്ചാണ്. അതിൽ സ്കൂളിൻ്റെ മാനേജർ അവകാശം ഒരു മകൾക്ക് മാത്രമായി നൽകുകയാണ്. ശരിക്കും സ്കൂളിൻ്റെ മാനേജർ അവകാശം തനിക്കാണെന്ന് കരുതിയിരുന്ന മകൻ ഈ രണ്ടാമത്തെ ധനനിശ്ചയാധാരം തനിക്കെതിരാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം മകന് 1955 വിൽപത്ര പ്രകാരം സ്കൂളിൻ്റെ മാനേജർ അവകാശം നൽകണമെന്ന് പിതാവ് വ്യവസ്ഥ ചെയ്തിരുന്നതാണല്ലോ. വിൽപത്ര പ്രകാരം മാതാവിൻ്റെ മരണശേഷമാണ് മകന് സ്കൂളിൻ്റെ മാനേജറാകാൻ അവകാശം ലഭിക്കുക. അങ്ങനെ ഭാവിയിൽ മാനേജറാകുമെന്ന് കരുതിയിരുന്ന മകന് ഇത് തിരിച്ചടിയാകുകയാണ്. വിൽപത്രത്തിൻ്റെ ഒരു പ്രത്യേകത അത് മരണസമയത്ത് മാത്രമേ പ്രാബല്യത്തിൽ വരൂ എന്നതാണ്.
ഇവിടെ മാതാവിന് അവരുടെ ജീവിതകാലത്ത് സ്കൂളിന്റെ മാനേജരായി തുടരുന്നതിന് നിയമ തടസ്സമുണ്ടായിരുന്നില്ല. വിൽപത്ര പ്രകാരം മകന് മാനേജർ അവകാശം ലഭിക്കുന്നത് മാതാവിന്റെ കാലശേഷമാണ്. എന്നാൽ ആ സമയത്ത് മാതാവ് ജീവിച്ചിരിക്കുന്നതിനാൽ മകനിലേക്ക് അവകാശം വരുന്നില്ല. അതുകൊണ്ട് മകന് വിൽപത്രത്തിലെ വ്യവസ്ഥ കോടതിയിൽ ക്ലെയിം ചെയ്യാൻ കഴിയുന്നില്ല. പിന്നീട് 16/8/2002 മാതാവ് മരണപ്പെടുകയാണ്. അപ്പോൾ വിൽപത്ര പ്രകാരം സ്കൂളിന്റെ മാനേജർ അവകാശം മകനിലേക്ക് എത്തുകയാണ്. എന്നാൽ അപ്പോഴേക്കും സ്കൂളിന്റെ മാനേജർ ആയിരിക്കാനുള്ള അവകാശം മകൾക്ക് ഇഷ്ടദാനമായി രജിസ്റ്റർ ചെയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് 98-ലാണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു നിയമപ്രശ്നം വരികയാണ്. വിൽപത്ര പ്രകാരമുള്ള മകന്റെ അവകാശം നിലനിൽക്കുമോ അതോ ഇഷ്ടദാന പ്രകാരമുള്ള മകളുടെ അവകാശം നിലനിൽക്കുമോ എന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ ഇഷ്ടദാനത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് മകൻ 2005 മുൻസിഫ് കോടതിയെ സമീപിക്കുകയാണ്. 1955 വിൽപത്ര പ്രകാരം മകന് ലഭിച്ച സ്കൂളിന്റെ മാനേജ്മെന്റ് അവകാശം ഡിക്ലെയർ ചെയ്ത് കിട്ടുന്നതിനായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഒരു ധനനിശ്ചയാധാരം എഴുതി സ്കൂളിന്റെ മാനേജർ അവകാശം ഒരു മകൾക്ക് നൽകി എന്ന്. ആ മകൾ മകന്റെ ഡിക്ലറേഷൻ സ്യൂട്ടിനെ നഖശികാന്തം എതിർക്കുകയാണ്. എന്നിരുന്നാലും 1955 വിൽപത്രത്തിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി മകൻ കേസിൽ അഡ്വാൻസ് ചെയ്യുകയാണ്. അതിൽ സ്കൂളിന്റെ മാനേജ്മെന്റ് അവകാശം തനിക്കാണെന്നും അത് ഡിക്ലെയർ ചെയ്ത് കിട്ടണമെന്നുമാണ് മകൻ ആവശ്യപ്പെട്ടത്. അതിന് 15/4/1955 രജിസ്റ്റേർഡ് വിൽ ഹാജരാക്കി. അത് വച്ചാണ് ക്ലെയിം 15/4/1955 വിൽപത്ര പ്രകാരം. അതേസമയം പിതാവിന്റെ മറ്റ് പെൺമക്കൾ OS 58/2006 ഫയൽ ചെയ്യുകയാണ്. അവർ പറയുന്നു സ്കൂളിന്റെ അവകാശം തങ്ങൾക്കാണെന്നും സ്കൂളിനെ ഒരു കോർപ്പറേറ്റ് ഏജൻസിയായി പ്രഖ്യാപിക്കണമെന്നും സഹോദരനെ സ്കൂളിന്റെ മാനേജറായി തുടരുന്നതിൽ നിന്നും സ്ഥിരമായി നിരോധിച്ചുകൊണ്ട് പ്രൊഹിബിറ്ററി ഓർഡർ പുറപ്പെടുവിക്കണമെന്നും മറ്റും അപേക്ഷിക്കുകയാണ്. വിചാരണ കോടതി 2 സ്യൂട്ടുകളും ഒരുമിച്ച് കേട്ടു. കോടതിയുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതായിരുന്നു: മകൾക്ക് ഇഷ്ടദാനം നൽകുമ്പോൾ മാതാവിന് സ്കൂളിന്റെ മാനേജ്മെന്റിൽ പരിപൂർണ അവകാശം ഉണ്ടായിരുന്നോ അതോ ലിമിറ്റഡ് അവകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതുപോലെ മാതാവിന്റെ മരണശേഷം സ്കൂളിന്റെ അവകാശം മകനിലേക്ക് നിയമപരമായി വന്നിട്ടുണ്ടോ? 4/9/1992 10/6/1998 ഇഷ്ടദാനങ്ങൾ നിയമപരമാണോ, ജെനുവിനാണോ? അതായത് മാതാവിന്റെ ഓഹരി സ്വത്തിലെ അവകാശവും സ്കൂളിന്റെ മാനേജ്മെന്റ് അവകാശവും കൈമാറിക്കൊണ്ടുള്ള ഇഷ്ടദാനങ്ങൾ ലീഗലാണോ? സ്കൂളിന്റെ മാനേജ്മെന്റ് അവകാശം കോർപ്പറേറ്റ് നേച്ചറിലുള്ളതാണോ? പിതാവിന് സ്കൂൾ മാനേജ്മെന്റ് അവകാശം തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ വിൽപത്രത്തിലെ വ്യവസ്ഥ പ്രാരംഭത്തിലെ അസാധുവാണോ? മകനെതിരെ പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ ഇഷ്യൂ ചെയ്യാമോ? ലിമിറ്റേഷൻ, അഡ്വേഴ്സ് പൊസഷൻ, ഔസ്റ്റർ എന്നിവ വഴി പെൺമക്കളുടെ അവകാശം ബാർ ആയിട്ടുണ്ടോ? സ്യൂട്ടിന് ലിമിറ്റേഷൻ വന്നിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന പ്രസക്തമാകുന്ന ചോദ്യം മകന് സ്കൂളിന്റെ മാനേജർ അവകാശം കോടതി വഴി സ്ഥാപിച്ചു കിട്ടുമോ ഇല്ലയോ എന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം പിന്നീട് ചോദിക്കാം. ഈ കേസുകളിൽ ട്രയൽ കോടതി ഇങ്ങനെ തീർച്ചപ്പെടുത്തുന്നു: പിതാവിന് പ്രോപ്പർട്ടികളിൽ വിൽപത്രം എഴുതാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യയ്ക്ക് അനുകൂലമായി 1955 എഴുതിയ വിൽപത്രം സാധുതയുള്ളതാണ്. ആ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം സ്കൂളിന്റെ മാനേജർ അവകാശം ജീവിതകാലം വരെ ഭാര്യയ്ക്കും ഭാര്യയുടെ ജീവിതകാല ശേഷം മകനും ലഭിക്കണമെന്ന പിതാവിന്റെ തീരുമാനത്തിലെ ദൃഢനിശ്ചയം നിയമപരമാണ്. അതുകൊണ്ട് മകന് സ്കൂൾ മാനേജ്മെന്റ് അവകാശം നൽകിയത് നിലനിൽക്കും. അവിടെ സ്കൂൾ മാനേജ്മെന്റ് അവകാശം ഒരു മകൾക്ക് നൽകിയ അമ്മയുടെ ഇഷ്ടദാനം പ്രാബല്യത്തിൽ വരാതെ പോയി എന്ന് മനസ്സിലാക്കാം. മുൻസിഫ് കോടതിയുടെ ഈ തീരുമാനത്തിനെതിരെ പെൺമക്കൾ സബോർഡിനേറ്റ് കോടതിയിൽ 1ാം അപ്പീൽ ഫയൽ ചെയ്യുകയാണ്. സബോർഡിനേറ്റ് കോടതി അപ്പീലിൽ വാദം കേട്ട് മുൻസിഫ് കോടതി എടുത്ത തീരുമാനത്തോട് യോജിക്കുകയാണ്. അങ്ങനെ മകൻ മാനേജരായി തുടരുകയാണ്. അങ്ങനെയാണ് റെഗുലർ സെക്കൻഡ് അപ്പീൽ ഹൈക്കോടതിയിൽ എത്തുന്നത്. ഈ കേസിൽ ഹൈക്കോടതി ഹിന്ദു സക്സഷൻ ആക്ടിലെ സെക്ഷൻ 14 സബ് ക്ലോസ് 1 കൂടുതൽ പരിശോധനയ്ക്കായി എടുക്കുകയാണ്. ഹിന്ദുക്കളുടെ പിന്തുടർച്ച അവകാശം നിർണ്ണയിക്കുന്ന നിയമമാണ് 1956 ഹിന്ദു സക്സഷൻ ആക്ട്. 1955 കൂട്ടുകുടുംബ സമ്പ്രദായമാണ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. എന്താണ് കൂട്ടുകുടുംബം? ഒരു കുടുംബത്തിൽ തന്നെ നിരവധി കുടുംബങ്ങൾ ഉണ്ടാകും. കുടുംബങ്ങളുടെ ഒരു കുടുംബമാണ് കൂട്ടുകുടുംബം. അതുപോലെ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരും ഓരോ ഭാര്യയിലും ധാരാളം കുട്ടികളും ഒക്കെ ഉണ്ടാകും. ഈ കേസിലെ പിതാവിന് 3 ഭാര്യമാരായിരുന്നു. അതിലെ 3ാമത്തെ ഭാര്യയിൽ
6 പെൺമക്കളും അതുപോലെ 2 ആൺമക്കളും എന്നാണ് കാണുന്നത്. മിതാക്ഷര ദായക്രമം അനുസരിച്ചുള്ള കൂട്ടുകുടുംബ സമ്പ്രദായമാണ് കേരളത്തിൽ അക്കാലത്ത് പ്രബലമായിരുന്നത്. അതനുസരിച്ച് സ്ത്രീകൾക്ക് സ്വത്തവകാശം പരിമിതമായിരുന്നു. ലിമിറ്റഡ് ഓണർഷിപ്പ് എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു ഹിന്ദു സ്ത്രീക്ക് ലഭിക്കുന്ന സ്വത്ത് അവളുടെ ജീവിതകാലത്ത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ജീവിത ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാം, അത്ര തന്നെ. അതിനെയാണ് ലിമിറ്റഡ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഹൈക്കോടതി പരിശോധിച്ച നിയമപ്രശ്നം ഇതാണ്: ഒരു ഹിന്ദു വിധവയ്ക്ക് വിൽപത്രം വഴി ലഭിച്ച ലൈഫ് എസ്റ്റേറ്റ് ഒരു ലിമിറ്റഡ് റൈറ്റ് മാത്രമാണ്, അനുഭവ അവകാശം മാത്രം. അത് പിന്നീട് ഫുൾ ഓണർഷിപ്പായി മാറുമോ, അതോ അവരുടെ ജീവിതകാലത്ത് അനുഭവം എടുക്കാൻ മാത്രമുള്ള അവകാശമായി കണക്കാക്കേണ്ടതാണോ? ഇവിടെ പ്രസക്തമായ ഒരു വസ്തുത, ഈ വിൽപത്രം 1955 എഴുതിയതാണ്. ഇവിടെ 1956 ഹിന്ദു സക്സഷൻ ആക്ട് നിലവിൽ വരികയാണ്. 56 വന്ന ഹിന്ദു സക്സഷൻ ആക്ടിലെ സെക്ഷൻ 14 ഒരു ക്രൂഷ്യൽ സെക്ഷനാണ്. ഹിന്ദു സ്ത്രീകളുടെ സ്വത്തവകാശം സംബന്ധിച്ച് അതുവരെ നിലവിലുണ്ടായിരുന്ന നിയമവ്യവസ്ഥകളെ കീഴ്മേൽ മറിച്ച ഒരു സെക്ഷനായിരുന്നു സെക്ഷൻ 14. ഈ സെക്ഷൻ പ്രകാരം ഒരു ഹിന്ദു സ്ത്രീക്ക് അവരുടെ സ്വത്തിൽ പുരുഷനെ പോലെ തന്നെ അവകാശം കൈവരികയാണ്. ഈ സെക്ഷൻ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി സ്ത്രീകളുടെ ലിമിറ്റഡ് ഓണർഷിപ്പ് അവസാനിക്കുകയും ആബ്സല്യൂട്ട് ഓണർഷിപ്പ് എന്ന തത്വം നിലവിൽ വരികയും ചെയ്തു. എന്നുവെച്ചാൽ 1956 ശേഷം ഒരു സ്ത്രീ കൈവശം വയ്ക്കുന്ന സ്വത്ത് സ്ത്രീധനമായോ ഇഷ്ടദാനമായോ ലഭിച്ചതായാൽ കൂടി അവരുടെ ജീവിതകാലത്ത് വിൽക്കുകയോ കൈമാറ്റം നടത്തുകയോ ചെയ്യാം. അതിന് നിയമ തടസ്സമില്ല. ഇപ്പോൾ നിങ്ങൾ പറയൂ, മകന് സ്കൂളിൻ്റെ മാനേജർ പദവി ലഭിക്കുമോ ഇല്ലയോ? ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ശരിക്കും മറ്റൊരു തടസ്സമുണ്ട്. സെക്ഷൻ 14 സബ്സെക്ഷൻ 2 ഒരു പ്രൊവൈസോ ആണ്. അവിടെ പറയുന്നത്, ഒരു ഹിന്ദു സ്ത്രീ വിൽപത്രമായോ ഇഷ്ടദാനമായോ കോടതി ഡിഗ്രി വഴിയോ ഒരു പ്രോപ്പർട്ടി ആർജിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആബ്സല്യൂട്ട് ഓണർഷിപ്പ് ലിമിറ്റഡ് എസ്റ്റേറ്റ് ആയി മാറുമെന്ന്. അവിടെ ഫുൾ ഓണർഷിപ്പ് ലഭിക്കില്ല എന്ന്. ഇതൊരു റിപ്പഗ്നൻസി ക്ലോസ് ആണ്. ആദ്യം പറഞ്ഞതിന് ഘടകവിരുദ്ധമായ വ്യവസ്ഥ. ഇവിടെ സ്റ്റാറ്റ്യൂട്ടിലെ പ്രധാന വ്യവസ്ഥയ്ക്ക് വിഘാതമാകാതെ മാത്രമേ പ്രൊവൈസോ നടപ്പിലാക്കാവൂ എന്ന നിയമതത്വത്തെ കോടതി ആശ്രയിക്കുകയാണ്. അത് പ്രകാരം ആബ്സല്യൂട്ട് ഓണർഷിപ്പിനെ തടയുന്ന ഒരു പ്രൊവിഷൻ അപ്പാരൻ്റായി എഴുതപ്പെട്ടിരിക്കണം എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സെക്ഷൻ 14 സബ്സെക്ഷൻ 1 പ്രകാരം ലഭിച്ച ആബ്സല്യൂട്ട് റൈറ്റ് വിൽപത്രത്തിലെ തുടർന്നുള്ള വ്യവസ്ഥ പ്രകാരം ലിമിറ്റ് ചെയ്യപ്പെടുകയില്ല എന്ന് കോടതി വിലയിരുത്തുകയാണ്. ഇതിനായി തുലാസമ്മ വേഴ്സസ് ശേഷ റെഡ്ഡി കേസിലെ തീരുമാനം ഈ കേസിൽ കോടതി റിലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് അവരുടെ ജീവിതകാലത്ത് സ്വത്തിന്മേൽ ആബ്സല്യൂട്ട് ഓണർഷിപ്പ് ലഭിക്കുകയാണ്. അത് പ്രകാരം അമ്മ എഴുതിയ ഫാമിലി സെറ്റിൽമെൻറ്റ് ഡീഡുകൾ നിലനിൽക്കുന്നതാണ്. സ്കൂളിൻ്റെ മാനേജർ അവകാശം ഒരു മകൾക്ക് നൽകിക്കൊണ്ടുള്ള സെറ്റിൽമെൻറ്റ് ഡീഡ് നിയമപരമാണ്. ആ ഡീഡിൻ്റെ വെളിച്ചത്തിൽ മകൻ്റെ അവകാശം ഇല്ലാതാകുകയാണ്. ഇതാണ് 2026 മാർച്ച് മാസം 9 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൻ്റെ ചുരുക്കം. ഇവിടെ വിൽപത്രം എഴുതുന്ന സമയത്തെ നിയമസ്ഥിതി പിന്നീട് മാറുകയാണ്. അതുകൊണ്ടാണ് നിയമം ഡൈനാമിക് ആണ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന പോലും നിരവധി തവണ ഭേദഗതികൾക്ക് വിധേയമായിട്ടുണ്ട്. നിയമത്തിലുണ്ടാകുന്ന മാറ്റം കാലാകാലം മനസ്സിലാക്കിയിരിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കാം. താങ്ക്സ് ഇൻ അഡ്വാൻസ്. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡി.